റംസാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ പോക്കറ്റിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് കൊടുക്കുമ്പം നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഫീൽ ചെയ്യുന്നുള്ളത് അത് ഈ ഒരു മാസത്തിൻ്റെ ഒരു മഹിമയാണ്. ഈ മാസത്തിൽ ഒരുപാട് പ്രാർത്ഥനകളും രാത്രി പ്രാർത്ഥനകളും ഒക്കെ ഉള്ളതിനേക്കാളും സക്കാത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ സെലക്ട് ചെയ്യുന്നൊരു സമയമായിട്ടാണ് നോമ്പ് കാലത്തെ കാണുന്നത്. അതൊരു ഫിക്സഡ് പ്ലാനാണ്. അതെന്തായാലും അത് കൊടുത്തേ പറ്റുള്ളൂ, അത് കൊടുക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ പലർക്കും ഇങ്ങനെ ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം അവരിലൊക്കെ വിരിഞ്ഞ സന്തോഷം, നമുക്കും അത് കൊടുക്കുമ്പോൾ നമുക്കും ഉണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലോട്ട് പോയതാണ്. വീട്ടിൽ പോണ വഴിക്കലാണ് ഞാനിങ്ങനെ വണ്ടി അവിടെ നിർത്തിയേ കണ്ടപ്പം 2 അമ്മമാർ എന്നെ കാണാൻ ഇങ്ങനെ വന്നതാണ്. അവർ റോഡിലും കൂടെ നടന്നു പോകുമ്പോൾ എന്നെ കണ്ടപ്പം നടന്ന് കയറിയതാണ്. അതിനിടയ്ക്ക് ഒരുപാട് കുശങ്ങൾ പറഞ്ഞു. ഞങ്ങൾ എന്ന സ്ഥലത്തു നിന്നാണ്, ഞങ്ങൾ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്നാണ്, ഞങ്ങൾ എനിക്കൊന്നും മനസ്സിലായില്ല അവരെ. പക്ഷെ അവരിങ്ങനെ ഓരോ കഥകൾ പറഞ്ഞപ്പം അവരുടെ ഹൃദയത്തിലേക്ക് നമ്മളങ്ങ് കയറി ചെല്ലുകയായിരുന്നു. അവർ ജോലി ഹെൽപ്പൊക്കെ ചെയ്ത് അവർ വീട്ടിലേക്ക് പോവുകയാണ്. അവരിന്ന് നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഞാൻ വേഗം ആ 2 അമ്മമാർക്കും എൻ്റെ പോക്കറ്റിൽ നിന്നൊരു പണം എടുത്ത് കൊടുത്തു. വളരെ സന്തോഷം തോന്നി. ഇനിയും വരും എന്നൊക്കെ പറഞ്ഞു, വന്നോളി എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അതാണ് നമ്മൾക്ക് ഷീജ പേഷ്യൻ്റ് ഉണ്ടോ? വരാം. ജീവിതത്തിൽ അതാണ്. ഈ ബന്ധത്തിനുണ്ടല്ലോ, ഇതിന് വർഗീയതല്ല, ഇതിന് രാഷ്ട്രീയ തർക്ക വിഷയങ്ങളില്ല. ഹൃദയവും ചേർന്നുള്ള സ്നേഹത്തിൻ്റെ ഭാഷയാണത്. മനസ്സിലായില്ലേ? ഒരു അതിർവരമ്പുകൾ, ഒരു വേർതിരിവോ ഇല്ലാത്തൊരു കാര്യം. നമ്മളോട് നല്ല സന്തോഷത്തോടെ ഒരാൾ സംസാരിക്കുമ്പം, പെരുമാറുമ്പം അറിയാതെ നമ്മളവരുടെ ഹൃദയത്തിലേക്കും അവർ നമ്മുടെ ഹൃദയത്തിലേക്ക് ചെന്നെത്തുമ്പം അവിടെ കാരുണ്യം എങ്ങനെ പിറന്നു വരും. ഒരു ബൗണ്ടറീസും അവിടെ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇവിടെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ ജീവിതം കണ്ടെത്തേണ്ടത്. ഈ ശരീരം, ഈ മനസ്സ്, ഈ ആത്മാവ്, ഈ ശ്വാസം, ഇതൊക്കെ എല്ലാ മനുഷ്യർക്കും ഒന്നാണ്. അവിടെ ഒന്നും വൈരുദ്ധ്യങ്ങളില്ല. അവിടെ ഈ തലച്ചോറിൽ ഇൻസ്റ്റാൾ ചെയ്യപ്പെടുന്ന കുറച്ച് സോഫ്റ്റ്വെയറാണ് നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും മത കാഴ്ചപ്പാടുകളെല്ലാം. അതിന് നമ്മുടെ ശരീരവുമായിട്ടോ നമ്മുടെ കോശങ്ങളുമായിട്ടോ നമ്മുടെ മൈറ്റോകോൺട്രിയായിട്ടോ നമ്മുടെ ന്യൂക്ലിയസുമായിട്ടോ നമ്മുടെ ജീവനുമായിട്ടോ ഒന്നും ഒരു ബന്ധവുമില്ല. ഈ സോഫ്റ്റ്വെയറുകളാണ്. ഇത് വേണ്ടിയവർക്ക് സ്വീകരിക്കാം, വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. അതിലൊന്നും ഒരു കമ്പൽസറിയുമില്ല. ചിലർക്ക് സോഫ്റ്റ്വെയറിൽ അവരുടേതായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലർക്ക് സോഫ്റ്റ്വെയറിൽ നിറച്ച് വൈറസ് കുടുങ്ങിക്കിടക്കും. അവരാണ് ഈ തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മുടെ തലച്ചോറ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പെട്ട രാഷ്ട്രീയത്തിൻ്റെയും പൊളിറ്റിക്സിൻ്റെയൊക്കെ സോഫ്റ്റ്വെയറിലേക്ക് ഒരുപാട് വേണ്ടാത്ത എമോഷണലായിട്ടുള്ള ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് എന്തായി മാറുന്നത്? അത് തർക്കങ്ങളായിട്ടും മറ്റുള്ള വിദ്വേഷമായിട്ടും വർഗീയതായിട്ടും മറ്റ് പലതുമായിട്ട് മാറുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്ക് ഒരതിർ വരുമ്പോഴില്ല. അത് നമ്മൾക്കിടയിലുണ്ടാകുന്ന പുഞ്ചിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ നല്ല മനസ്സ് തുറന്ന് സംസാരിക്കുക, മറ്റുള്ളവരെ കേൾക്കുക, അവരുടെ ജീവൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുക. മനസ്സിലായില്ല? ഒരു ആർട്ടിഫിഷ്യാലിയും ഒരു കാപ്പട്ടിയും ഇല്ലാതെ. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം. ബി ഹെൽത്തി. ബൈ.